ഇപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് നമ്മൾ ഏറ്റവും വാല്യൂ ഈ മാച്ചായിട്ടുള്ള ആളാണെന്ന് നമുക്ക് തിരിച്ചറിയുന്നത്? ഒരുപാട് വർഷം എടുത്തിട്ടാണെന്നൊക്കെയാണ് പറയുന്നത്. അതിൽ ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരുപാട് വർഷത്തോളം കാത്തിരിക്കേണ്ടതോ അല്ലെങ്കിൽ ഒരുപാട് വർഷത്തോളം എടുത്തിട്ടാണ് നമ്മുടെ വാല്യൂ മാച്ച് ആവണം എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നമുക്ക് കുറച്ച് ദിവസങ്ങൾ നമ്മൾ ഇടപഴകുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ വാല്യൂസുമായിട്ട് മാച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ അത് നമുക്ക് പരസ്പരം ഷെയർ ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടും. ഈ വാല്യൂസ് മാച്ച് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ വാല്യൂസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് തുടർന്ന് ജീവിതത്തിലും ആ വാല്യൂസ് തന്നെയായിരിക്കും അവർ ഫോളോ ചെയ്യുന്നുണ്ടാവുക. അത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം മാച്ച് ആവുന്ന ഒരു പ്രക്രിയ അല്ല ഈ വിവാഹ ജീവിതത്തിൽ സംഭവിക്കുന്നത്. വിവാഹശേഷം ഉണ്ടാവുന്നത് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. പലപ്പോഴും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ സ്വഭാവത്തിനനുസരിച്ച് നമ്മൾ മാറുകയോ അല്ലെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ സ്വഭാവത്തിനനുസരിച്ച് നമ്മൾ മാറുകയോ ആണ് സംഭവിക്കുന്നത്. അല്ലാതെ വാല്യൂ മാച്ച് ആവുന്നതല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സംഭവിക്കുന്നത് ഇവിടെ എപ്പോഴും ഈ വാല്യൂസിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ആ പാർട്ട്ണറിനെ മനസ്സിലാക്കിക്കൊണ്ട് ആ വീടിൻ്റെയും ആ പാർട്ട്ണറുടെ സ്വഭാവത്തിനനുസരിച്ച് ആ മാറിപ്പോകുന്നതാണ്, അതായി മാറുന്നതാണ്. അല്ലാതെ അവരുടെ വാല്യൂസ് ഒരേപോലെ ആവുന്നതൊന്നുമല്ല. വാല്യൂസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിവാഹത്തിന് മുന്നേ അത് ഷെയർ ചെയ്യേണ്ടതുണ്ട്, പരസ്പരം മനസ്സിലാക്കേണ്ടതുണ്ട്, അണ്ടർസ്റ്റാൻഡ് അവിടെ ഉണ്ടാവേണ്ടതുണ്ട്. അതിന് ശേഷമായിരിക്കും നമ്മൾ തീരുമാനിക്കേണ്ടത് ഇതാണ് എൻ്റെ റൈറ്റ് പാർട്ട്ണർ എന്നുള്ളത്. അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ ആവാൻ ഏറ്റവും മാച്ച് ചെയ്ത് നിൽക്കുന്ന വ്യക്തി ഇതാണെന്നുള്ള തിരിച്ചറിവാണ് അപ്പോഴുണ്ടാവുന്നത്. അപ്പോൾ അതിന് ശേഷം ഉണ്ടാകുന്ന ഏത് കോംപ്ലിക്കേഷൻ ഉണ്ടായാലും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും, അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, അവിടെ ഈസി ആയിട്ട് തന്നെ ആ ഒരു പ്രോബ്ലത്തെ നമുക്ക് സോൾവ് ചെയ്യാനും പറ്റും. അല്ലാതെ കുറേ വർഷങ്ങൾക്ക് ശേഷം മാത്രം മാച്ചായി വന്നുകൊള്ളൂ അല്ലെങ്കിൽ നമ്മുടെ വാല്യൂസൊക്കെ ഒരേപോലെ ആയി ശരി ഒരു 7 വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പോഴാണ് നമ്മൾ മാച്ചായിട്ടുള്ളൊരു കപ്പിളായതെന്നൊന്നും ആ ഒരു വിലയിരുത്തലൊന്നും വേണ്ട. കാരണം അങ്ങനെയൊന്നല്ല സംഭവിക്കുന്നത്. നമ്മൾ പരിചയമുള്ളപ്പോൾ തന്നെ അല്ലെങ്കിൽ പരിചയപ്പെടുമ്പോൾ തന്നെ അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ തുടക്ക സമയത്ത് തന്നെ നമുക്കിവിടെ ഷെയർ ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഇവിടെ ഉണ്ടാക്കേണ്ടതുണ്ട്. അല്ലാതെ ഇപ്പോൾ നമ്മൾ സോഷ്യലി കാണുന്ന ജോലിയെ കുറിച്ചോ വീടിനെ കുറിച്ചോ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ചോ കുടുംബത്തിനെ കുറിച്ചോ ജാതി മത വിശ്വാസങ്ങളെ കുറിച്ചോ ഒന്നും അല്ലാതെ അതും ഉണ്ടാവണം. അത്തരത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ അത്തരത്തിൽ ആഗ്രഹിക്കുന്ന ആളിൽ മാത്രമാണ് വിവാഹം കഴിക്കേണ്ടത്. കാരണം ഇത് പ്രയോറിറ്റിയുടെയാണ് ഇത് മാച്ചായിട്ടിരിക്കേണ്ടത്. കാരണം അവരുടെ പ്രയോറിറ്റി ഇപ്പോൾ റിലേഷൻഷിപ്പിനാണ് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു വ്യക്തി എന്തെങ്കിൽ ആ വ്യക്തി റിലേഷൻഷിപ്പിന് പ്രയോറിറ്റി കൊടുക്കുന്ന ആളിനെ ആയിരിക്കണം വിവാഹം കഴിക്കേണ്ടത്. അതല്ലെങ്കിൽ തന്നെ അതേപോലെ തന്നെ വളരെ വിശ്വാസത്തെ ഭയങ്കര കെട്ടുറപ്പോട് കൂടി പിടിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി അതേ വിശ്വാസത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളായിരിക്കണം പാർട്ട്ണർ ആക്കേണ്ടത്. മതവിശ്വാസമാണെങ്കിലും അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള സാമൂഹിക നീതിബോധത്തിനെ കുറിച്ചിട്ടാണെങ്കിലും എന്തൊക്കെയാണ് നമ്മുടെ വിശ്വാസം അല്ലെങ്കിൽ നമ്മുടെ പ്രയോറിറ്റി എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് മാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ അതും ആ വിശ്വാസമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആ വാല്യൂസ് ഒക്കെ ആവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പിന്നീട് അവരുടെ ലൈഫിലേക്ക് ഈ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ഘടകം കൂടിയാണ് സെക്സ്. പലരും ഈ സെക്സിനെ കുറിച്ച് സംസാരിക്കാതെ പോകുന്ന പല മേഖലയുണ്ട്. കാരണം വിവാഹത്തിന് ശേഷം അവർ സ്വയം മനസ്സിലാക്കേണ്ടതും അവർ പഠിക്കേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണുള്ളത്. നമ്മുടെ വീട്ടിൽ നിന്ന് പോലും സെക്സ് എന്ന വാക്ക് പോലും വീട്ടിൽ സംസാരിക്കില്ല, മക്കളായിട്ടോ ഭാര്യയും ഭർത്താവൊക്കെ. അപ്പം അച്ഛനമ്മയും സംസാരിക്കുമ്പോൾ തന്നെ കുട്ടികൾ ഉണ്ടെങ്കിൽ തന്നെ അവർ ആ ടോപ്പിക്കോടെ നിർത്തിക്കൊണ്ട് അവർ വേറെ എന്തെങ്കിലും ടോപ്പിക്ക് പറയുക. ഇവർ സെക്സ് മനസ്സിലാക്കേണ്ടതുണ്ട്. കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർ പ്രായമാവുന്നതോടുകൂടി തന്നെ അവർക്കത് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. എന്താണ് സെക്സ് എന്താണെന്നുള്ളതും സെക്സിൻ്റെ പ്രവർത്തനം എന്താണെന്നുള്ളതും എങ്ങനെയാണ് പുതുതലമുറയെ എങ്ങനെയാണ് നമ്മൾ സൃഷ്ടിക്കേണ്ടതെന്നൊക്കെ അതിൻ്റെ കടമ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം എന്താണെന്നൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് സ്വയം അവർ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവർ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട ഒരു മേഖലയാണെന്നും അതിൻ്റെ ഉത്തരവാദിത്വം കൂടി നമുക്ക് എടുക്കാനുള്ള ക്യാപ്പബിലിറ്റി ഉള്ള ആളുകളായിട്ട് മക്കളെ വളർത്തേണ്ടതുണ്ടെന്നുള്ള പഠനമാണ് അവർക്ക് കൊടുക്കേണ്ടത് ഓരോ അച്ഛനമ്മമാരും. അപ്പോൾ അതിനെങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്, ഒരു സെക്സ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് ഈ അച്ഛനമ്മമാർക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് മുന്നേ മനസ്സിലാക്കിച്ച് കൊടുത്ത് അതിന് മുന്നേ അതിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് അത്തരം പ്രോബ്ലംസ് വരുമ്പോൾ അവർക്ക് അതിൽ നിന്ന് മറികടക്കാൻ പറ്റുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അത് സമൂഹത്തിൽ നിന്നും പഠിക്കേണ്ടതുണ്ട്, വീട്ടിൽ നിന്നും പഠിക്കേണ്ടതുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും പഠിക്കേണ്ടതുണ്ട്. ഒരു സ്ഥലത്തു നിന്ന് മാത്രം കിട്ടുന്നതല്ല. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഈ പാർട്ട്ണർഷിപ്പിൽ ഫാമിലി റിലേഷൻഷിപ്പിൽ ഒരു ഹാപ്പി മൂമെൻറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും.